നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ കടപ്പുറത്തുകാരൻ തെമ്മാടിയുടെ കൊച്ചിനെ വയറ്റിലിട്ടുകൊണ്ട് എന്റെ അനുജനെ ചതച്ച ഇവള് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. എന്റെ പൊന്നു മോളെ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഈ ഭൂമിയിലുണ്ട്. ആരെന്ത് ഉടായ്പ കാണിച്ചാലും തെളിവിനൊരു സാക്ഷി ബാക്കിയുണ്ടാവും. നിന്റെ കേസിലെ സാക്ഷി ഞാനാ, ദൃക്സാക്ഷി. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതല്ലേ? ഇതെന്റെ ഷാനുവിന്റെ. നീ അത്രയും സമ്മതിക്കുന്നുണ്ടല്ലോ. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ആദിയുടെ കുഞ്ഞല്ല, ഷാനുവിന്റെ കുഞ്ഞാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കിടപ്പുവശം. ദേ, വെറും ബോംബല്ല, നല്ല ഒന്നാന്തരം അണുബോംബാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഒരൊറ്റ നിമിഷം ഒരു ബട്ടൺ ഞെക്കിയാ മതി. ബും! പറഞ്ഞു കൊടുക്കുമോളെ അങ്ങോട്ട്. പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി പറ, അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ? കുഞ്ഞിനെ എനിക്ക് വിട്ടുതരല്ലേ? അതിന് ഞാനിനി ഒരിക്കൽ കൂടി ജനിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും ഈ കൊച്ചിന് മനസ്സിലായില്ലേ? എന്റെ കൊച്ചെ, നീ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നേ. ആയിക്കോട്ടെ, ചൊറിയുമ്പോ മിനിമം തീക്കൊള്ളി കൊണ്ടെങ്കിലും തല ചൊറിയണ്ടേ? ഈശ്വരാ, എന്താ ഇങ്ങനെ? ചിലപ്പോ ആമി മോള് പറഞ്ഞത് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എന്റെ മോളെ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല, അംഗീകരിച്ചു തരാൻ അഹങ്കാരം അനുവദിക്കുന്നില്ല. അതാ പ്രശ്നം. മാറ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ കൊച്ചെ, നീ ഇത്രയും കാലം വയറ്റിലിട്ടുകൊണ്ട് നടന്നതേ ആ കടപ്പുറത്തുകാരൻ ഷാനുവിന്റെ കുഞ്ഞാണെന്ന് ആമി മോൾ ഈ ലോകത്തോട് മുഴുവൻ പറയുമെന്നാണ് പറയുന്നത്. പറഞ്ഞോട്ടെ, അതിനെന്താ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊന്നൊരു പ്രശ്നമല്ല. അയ്യോ, ഈ കൊച്ചിനെ കിളി പോയി കേട്ടോ. അല്ലെങ്കിൽ സ്വബോധമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുവോ? ഞാൻ പറയും. ആരെന്ത് പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യും. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഷാനു ആണെന്നല്ലേ നിങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത്. ഞാനത് സമ്മതിച്ചെന്നാ തീർന്നില്ലേ പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഞാനിതൊക്കെ എല്ലാരോടും പറയാനിരിക്കായിരുന്നു. നിങ്ങളായിട്ട് എന്റെ പണി എളുപ്പാക്കി തന്നതിൽ സന്തോഷമുണ്ട്. അയ്യേ, ഇത് വട്ട് തന്നെ. നീ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയൊന്നും വേണ്ട. ഈ വിവരം ഈ വീട്ടിലെ മറ്റുള്ളവരറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയോ? കൂടി വന്ന എന്നെ ഇവിടുന്ന് പുറത്താക്കും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് പോകുമ്പോ എന്റെ കുഞ്ഞു എന്റെ കയ്യിലുണ്ടാവും. എന്താ തടുക്കാൻ നിങ്ങക്ക് തന്റെ ഇടം ഉണ്ടോ? അത് ശരി, തുടങ്ങി വീണ്ടും ഇവിടെ കലാപം. എന്റെ കണ്ണൊന്നും തെറ്റാൻ നോക്കിയിരിക്കുക എല്ലാവരും അല്ലേ? ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ട. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു കലഹം ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ? അയ്യോ, ഇത് പഴയ പ്രശ്നമല്ല, പുതിയ വലിയൊരു ടെസ്റ്റ് ഉണ്ട്. അമ്മ വിചാരിക്കുന്നതിലും കുഴപ്പത്തിലാണ് കാര്യങ്ങൾ. അതെ, കുഴപ്പത്തില്ല കാര്യങ്ങള്. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാതെ ഇവിടുത്തെ ഒരു കുഴപ്പം മാറില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ അമ്മയുടെ വെറും അന്ധവിശ്വാസങ്ങളാ. എന്നെ ചവിട്ടി പുറത്താക്കേണ്ടൊന്നും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. ചവിട്ടി പുറത്താക്കേണ്ട ആളുകളെ ഇവിടെ വേറെ ഉണ്ട്. ദേ, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ലഡു പൊട്ടുന്ന പോലെ പറഞ്ഞു കൊടുക്കുമോളെ. ഞാൻ പറഞ്ഞു കൊടുത്താലും മതിയോ? എന്താ ഇതിനും മാത്രം നിങ്ങൾക്ക് പറയാനുള്ളത്? പൂജ പ്രസവിച്ച കുഞ്ഞ് എന്റെ അല്ലാന്നോ? ആദ്യകൂട്ടാ, മുത്തശ്ശി ഇതിൽ ഇടപെടണ്ട. ഞാൻ അവളെ കെട്ടിക്കൊണ്ടുവന്ന ദിവസം മുതൽ കേൾക്കുന്ന ആരോപണങ്ങൾ അതൊക്കെ. ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ ഇത് പലരും ആഘോഷിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടില്ലാന്ന് നടിച്ച് മനഃപൂർവ്വം മാറി നടന്നതാ ഞാൻ. ആരെയും പേടിച്ചിട്ടല്ല, അഭിമാനം ഓർത്തിട്ടുമല്ല. എന്റെ മാന്യത ഞാൻ പാലിച്ചു.
ഇത്തരം മനസ്ഥിതിയുള്ളവരാണല്ലോ എനിക്ക് ചുറ്റുമുള്ളതെന്ന് എൻ്റെ ഭാര്യ അറിയാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ അപവാദ പ്രചരണങ്ങളൊക്കെ പൂജ അറിയുന്നതായിരുന്നില്ല എൻ്റെ പ്രശ്നം. ഇതൊക്കെ എൻ്റെ മുത്തശ്ശി അറിഞ്ഞാ ഈ പാവത്തിൻ്റെ മനസ്സ് തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ നിന്ന് മുത്തശ്ശി അടിച്ചിറങ്ങണ കാണാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാലും നിന്റെ ഭാര്യ പിഴയാണെന്ന് നീ സമ്മതിക്കില്ല അല്ലേ? ഡേ മുത്തശ്ശി, നാവിലെല്ലെന്ന് കരുതി എന്തും വിളിച്ച് പറയാന്ന? ഈ അടി ഞാൻ നിനക്ക് തരേണ്ടതല്ല. ഇവൻ നിന്നെ തല്ലുന്നത് കണ്ടു നിൽക്കാൻ മനക്കെട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പകരക്കാരിയായതാ. ഇനി നീ ഇവിടെ നിന്ന് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ എന്നെ കൊണ്ട് കാണിക്കരുത്. മുത്തശ്ശി കാര്യം അറിയാതെ സംസാരിക്കുന്നത്. അറിഞ്ഞിടത്തോളം തന്നെ ധാരാളം. പോടി പോ. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പൊക്കോ ഇവിടുന്ന്. എന്താടി നിനക്ക് കിട്ടിയതൊന്നും പോരെ? മതി, ധാരാളം മതി. സ്തുത്യർഹ സേവനത്തിന് കിട്ടിയ വിശിഷ്ട സേവാമടൻ പത്രത്തിലൊക്കെ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷമായി. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പരിഹരിക്കാനല്ല, പടിയിറങ്ങി പോകാന്. എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട്. മുത്തശ്ശി, കണ്ടില്ലേ ഈ വീടിന്റെ അവസ്ഥ? അതിന് ഇനിയെങ്കിലും തനിക്കൊന്ന് പിന്മാറിക്കൂടെ? എവിടെന്ന്? തന്റെ ജീവിതത്തിൽ നിന്നോ? അതോ എന്റെ കുഞ്ഞിനോടൊപ്പമുള്ള ജീവിതത്തിൽ നിന്നോ? രണ്ടും നടപ്പുള്ള കാര്യമില്ലെന്ന് തനിക്കറിയാം. പിന്നെ എന്തിനാടോ സ്വയം ബലി കൊടുത്തോണ്ടുള്ള ഈ പരീക്ഷണം? തനിക്കറിയാം ഇതെന്റെ കുഞ്ഞാണ്, ആമ ചേച്ചിയുടേതല്ലെന്ന്. ഞാനും താനൊഴിച്ച് മറ്റെല്ലാവർക്കും ഇത് ആമ ചേച്ചിയുടെ കുഞ്ഞാ. എന്റെ കുഞ്ഞാണിതെന്ന് താൻ തുറന്ന് സമ്മതിക്കാത്തടത്തോളം കാലം